ആനന്ദാശ്രമം, പെരിയാർ ടൗൺ എന്നീ ലയൺസ് ക്ലബ്ബുകളിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടന്നു. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ സ്ഥാപക ദിനാഘോഷവും ഇതോടൊപ്പം നടന്നു. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെയും പെരിയാർ ടൗൺ ലയൺസ് ക്ലബിന്റെയും 2024-25 വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ സ്ഥാപക ദിനാഘോഷവും ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് വേൾഡ് വൈഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതേ പേരിൽ തന്നെ നിങ്ങൾ ക്ലബ്ബ് അറിയപ്പെടുന്നു. സ്വാമി രാംദാസ് 1931 ഐ തിങ്ക് 1931 സ്ഥാപിച്ച ഈ മലമുകളിൻ്റെ ചെരുവിൽ സ്ഥാപിച്ച ഈ പ്രസ്ഥാനം എന്താ പറയുക, ഒരു സ്പിരിച്വൽ റിട്രീറ്റ് തന്നെ പറയാം, അങ്ങനെയൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലബ്ബ് സ്ഥാപിക്കാനും ജനങ്ങളിലേക്കുള്ള നിങ്ങളുടെ സംഭാവന നൽകാനും സാധിക്കട്ടെ. ഇനി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാ ആശംസകളും ആദ്യമായി ഞാൻ നേരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം നോക്കിയാൽ നമ്മൾ ഒരുപാട് ഡിസ്ട്രിക്ട് പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലിംബുണ്ട്, ഓർത്തോട്ടിക് ക്യാമ്പുണ്ട്, അതേപോലെ ഇപ്പോൾ നമ്മൾ സർക്കസ് സംഗമം കഴിഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ മീങ്ങോത്ത് അധ്യക്ഷനായി. ആനന്ദാശ്രമം ലയൺസ് ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കല്യാൺ റോഡിലുള്ള പുഷ്പയ്ക്ക് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ധനസഹായം നൽകി. ചടങ്ങിൽ ക്ലബിന്റെ മുൻ പ്രസിഡന്റുമാരെയും മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് സംഭാവന നൽകിയ മെമ്പർമാരെയും പൊന്നാടിയണിയിച്ച് ആദരിച്ചു. കലോത്സവത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ അക്ഷത സുരേഷ്, KV അഭിരാമി, S ശ്യാംചരൺ എന്നീ കുട്ടികളെ അനുമോദിച്ചു. പെരിയാർ ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അബ്ദുള്ള ഷാഫി, ഡിസ്ട്രിക്ട് ഭാരവാഹികളായ ഷാജി ജോസഫ്, ചാക്കോ ജോസഫ്, സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, K സുകുമാരൻ നായർ, ക്ലബ് ഭാരവാഹികളായ KV സതീശൻ, തങ്കരാജ് മാണിക്കോത്ത്, P അബ്ദുൽ നാസർ, PC സുരേന്ദ്രൻ നായർ, P ജയചന്ദ്രൻ, P ജയരാജ് നമ്പ്യാർ, K ചന്ദ്രഭാനു, K ബാലകൃഷ്ണൻ നായർ, K പ്രഭാകരൻ, KM മോഹനൻ, VV സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ V ശ്രീജിത്ത് സ്വാഗതവും ട്രഷറർ T രാമകൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.